2026 ശാർക്കരയിലെ അശ്വതി ഭരണി മഹോത്സവത്തിനായിട്ട് നമ്മുടെ ശാർക്കര പറമ്പ് ലേലം പോയിട്ടുണ്ട്. ഏകദേശം 1,55,551 പ്ലസ് GST എന്ന തുകയ്ക്കാണ് ഇപ്രാവശ്യം ലേലം പോയിരിക്കുന്നത്. ഇനി നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ഈ പറമ്പിന് ചുറ്റും റൈഡുകളും കടകളും ഒക്കെ വരുന്നതിന് വേണ്ടി. അത് മാത്രമല്ല ഒരുപാട് ദീപാലങ്കാരങ്ങൾ, പിന്നെ കൊടിയേറുന്ന അന്ന് തൊട്ട് അശ്വതി ഭരണി ഉത്സവം വരെ ഇവിടെ വൈകുന്നേരങ്ങളിൽ രാത്രികാലങ്ങളിലും ഒരുപാട് കലാപരിപാടികളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ആഘോഷിക്കാം. നമ്മുടെ നാടിൻ്റെ ഉത്സവം നമുക്ക് ഒരുമിച്ച് കൊണ്ടാടാം. അപ്പോൾ ഈ കൊല്ലത്തെ ശാർക്കരയിലെ അശ്വതി ഭരണി മഹോത്സവത്തിനായിട്ട് ശാർക്കരയുടെ മുക്കുമൂലം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ ദീപാലങ്കാരം. സോ നമുക്ക് ഇപ്രാവശ്യത്തെ ദീപാലങ്കാരം എങ്ങനെയാണെന്നും എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. നമ്മള് വെറൈറ്റി സെറ്റപ്പ് എല്ലാം ചെയ്യുന്നത് നമ്മള് കരുനാഗപ്പള്ളി. അല്ലല്ല, ഇതിപ്പോ എല്ലാ കൊല്ലവും ശാർക്കരയാണോ? രണ്ടാമത്തെ കൊല്ലം ആൾക്കാർ വരുന്നു. കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ അങ്ങേ കൊല്ലം വീണ്ടും ഇത്തവണ വന്നിരിക്കുകയാണ്. സൗണ്ട്സിന്റെ പേരെന്തിനാണ്? ഷെമി സൗണ്ട്സ്. എല്ലാ ആൽമരങ്ങളിലും എല്ലാ സെറ്റപ്പ് ആയിരിക്കും. ഇത് ഫുൾ സെറ്റപ്പ്, സൗണ്ട് ഉൾപ്പെടെ മൊത്തത്തിലാണ്. എല്ലാ ആൽമരത്തിലും ഏകദേശം ഇട്ട് കഴിയാറായി വരുന്ന നാളെ കൊണ്ട് വൈകൊണ്ട് ഓക്കെ ആവും. എന്നായിരിക്കും ഇത് ആദ്യമായിട്ട് കത്തിച്ച് നോക്കുന്നത്? 11-ാം തീയതി രാത്രിക്ക് ആകുമ്പോഴത്തേക്ക് ടെസ്റ്റ് അടിക്കും അല്ലേ? 11-ാം തീയതി രാത്രി. എന്റെ പേര് മാഹിൻ. കരുനാഗപ്പള്ളി തന്നെ വീട്? കരുനാഗപ്പള്ളി. 10 ദിവസം ഉണ്ട്. പിന്നെന്താ തകർക്കത്തില്ലേ? ഓക്കെ.